Hi students, income from house property. Section 14 of Income Tax Act 1961 അനുസരിച്ച് 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണ് നമുക്ക് പഠിക്കുവാനുള്ളത്. അതിൽ സെക്കൻഡ് ഹെഡാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നത്. സെക്ഷൻ 22 to 27 6 സെക്ഷനുകളാണ് ഇതിൽ ഉള്ളത്. 22 ചാർജബിലിറ്റിയാണ്. എന്താണ് ഈ ഹെഡിൽ ടാക്സബിൾ ആവുന്നത് എന്നാണ് ചാർജബിലിറ്റിയിൽ പറയുന്നത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നാൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള വരുമാനം എന്നാണല്ലോ അർത്ഥം. ഹൗസ് പ്രോപ്പർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം സാധാരണ ബിൽഡിംഗ് എന്നത് എന്തിനെയാണോ ഉദ്ദേശിക്കുന്നത് അതാണ്. വീടായാലും ശരി, ഫ്ലാറ്റ് ആയാലും ശരി, അതേപോലെ കൺവെൻഷൻ സെൻറ്ററുകളും കൊമേഴ്ഷ്യൽ കോംപ്ലക്സുകളുമൊക്കെ ബിൽഡിംഗ് ആണല്ലോ. ഇതിന് ടാക്സിൻ്റെ ഭാഷയിൽ പറയുന്ന പേരാണ് ഹൗസ് പ്രോപ്പർട്ടി എന്നത്. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം എന്നത് ബിൽഡിങ്ങിൽ നിന്നുള്ള ഇൻകം എന്നാവും. ബിൽഡിങ്ങിൽ നിന്ന് എന്ത് ഇൻകമാണ് ഉണ്ടാവുന്നത്? റെൻറ്റ്, വാടക. ആരാണ് വാടക കൊടുക്കുന്നത്? ടെനൻറ്റ്. ആർക്കാണ് വാടക ലഭിക്കുന്നത്? ഓണർക്ക്. ഓണർ ലീഗൽ ഓണറാവാം, ഡീംഡ് ഓണറാവാം. ലീഗൽ ഓണർ എന്നാൽ ആരുടെ പേരിലാണോ ആ ബിൽഡിംഗ് റെക്കോർഡിക്കലായിട്ട് ഉള്ളത് അദ്ദേഹമാണ് ലീഗൽ ഓണർ. ഡീംഡ് ഓണർ എന്നാൽ ഒരു പ്രത്യേക അവസ്ഥയിൽ ഓണറായിട്ട് ലീഗലായിട്ട് ലോ കൺസിഡർ ചെയ്യുന്ന അവസ്ഥയാണ്. എക്സാമ്പിളായിട്ട് അച്ഛൻ്റെ പേരിലുള്ളതായിരിക്കുന്ന ബിൽഡിംഗ് തൻ്റെ കൊച്ചു മൈനർ മകൻ്റെ പേരിൽ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്ക് അതിൻ്റെ ലീഗൽ ഓണർ ആ കൊച്ചു മകനാണെങ്കിലും ഡീംഡ് ഓണർ അച്ഛനാണ്. അതേപോലെ ഒരു ഹസ്ബൻഡ് വൈഫിന് യാതൊരു കൺസിഡറേഷനും ഇല്ലാതെ, അല്ലെങ്കിൽ ആഡിക്കേറ്റ് കൺസിഡറേഷൻ ഇല്ലാതെ, അതേപോലെ വിത്തൗട്ട് ആൻ എഗ്രിമെൻറ്റ് ടു ലീവ് എപ്പാർട്ട്, വേറിട്ട് താമസിക്കാനുള്ള ഒരു എഗ്രിമെൻ്റ് ഇല്ലാതെ ഹസ്ബൻഡിൻ്റെ പേരിലുള്ള ഒരു ബിൽഡിംഗ് വൈഫിന് നൽകിക്കഴിഞ്ഞാൽ ഹസ്ബൻഡ് തന്നെയാണ് ഡീംഡ് ഓണർ, അഥവാ ട്രാൻസ്ഫറർ തന്നെയാണ് ഡീംഡ് ഓണർ. അപ്പോൾ ഓണർ 2 ടൈപ്പിലുണ്ടാകും, ലീഗൽ ഓണറും ഡീംഡ് ഓണറും. ആരായാലും ശരി ഇൻകം ടാക്സ് നൽകണം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട് എങ്കിൽ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകത, യഥാർത്ഥ ഇൻകത്തിനല്ല ടാക്സ് വരുന്നത്, മറിച്ച് ഏണിംഗ് കപ്പാസിറ്റിക്ക് ആണ്. അതിനെ ടാക്സ് വിശേഷിപ്പിച്ച ടേം ആനുവൽ വാല്യൂ എന്നാണ്. ആനുവൽ വാല്യൂ നോക്കിയിട്ടാണ് ഇൻകം ടാക്സ് കാൽക്കുലേഷൻ നടത്തുന്നത്. നമുക്കറിയാം എല്ലാ ബിൽഡിങ്ങിനും ഇൻകം ടാക്സ് ഇല്ല. കുറേ ബിൽഡിങ്ങുകൾ ഇൻകം ടാക്സിൽ നിന്ന് എക്സംഷൻ ലഭിച്ചവയാണ്. ഒന്ന്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓൺഡ് ബൈ റിലീജിയസ് ചാരിറ്റബിൾ ട്രസ്റ്റ്. 2, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓൺഡ് ബൈ ലോക്കൽ അതോറിറ്റി സച്ച് ആസ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. 3, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓൺഡ് ബൈ ഹോസ്പിറ്റൽ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓൺഡ് ബൈ യൂണിവേഴ്സിറ്റി ഓർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓൺഡ് ബൈ രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓൺഡ് ബൈ രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓൺഡ് ബൈ സയൻറ്റിഫിക് റിസർച്ച് അസോസിയേഷൻ. ഹൗസ് പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. ഇത്രയും ബിൽഡിങ്ങിൽ നിന്ന് വരുമാനമുണ്ടെങ്കിലും ശരി അതിന് ഇൻകം ടാക്സ് ലെവി ചെയ്യുന്നില്ല. എക്സംപ്റ്റഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. ഹൗസ് പ്രോപ്പർട്ടിയുടെ ടാക്സ് ലാബിലിറ്റി വരുന്നത് ആനുവൽ വാല്യൂവിൻ്റെ മുകളിലാണ് എന്ന് പറഞ്ഞു. ആനുവൽ വാല്യൂ മനസ്സിലാവുന്നതിന് നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയെ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി എന്നും സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി എന്നും 2 ആയിട്ട് തിരിക്കാം. ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി എന്നാൽ ഒരു ഹൗസ് പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തതാണ്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഹൗസ് പ്രോപ്പർട്ടി എന്നാൽ റെൻ്റ് അഥവാ നിലം പരിശായിരിക്കുന്ന അല്ലെങ്കിൽ തൽക്കാലം കെട്ടിയുണ്ടാക്കിയതായിരിക്കുന്ന ഷെഡുകൾ, അതൊന്നും ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് പരിഗണിക്കുന്നില്ല. അതേപോലെ തന്നെ ഹൗസ് പ്രോപ്പർട്ടിയുടെ മീനിങ്ങിൽ ബിൽഡിംഗ് മാത്രമല്ല, ലാൻഡ് അപ്പർട്ടനൻ്റ് ടു ബിൽഡിംഗ് എന്നും കൂടെ ഉൾപ്പെടുന്നു. അഥവാ ആ ബിൽഡിങ്ങിൻ്റെ കോർട്ട്യാർഡ്, മുറ്റം, ബിൽഡിങ്ങിലേക്കുള്ള വഴി, അതേപോലെ തന്നെ ബാക്ക് യാർഡ് ഉണ്ടെങ്കിൽ അത്, കാർപോർച്ച് അറ്റാച്ച്ഡ് ടു ദാറ്റ് ബിൽഡിംഗ് എന്നിവയ്ക്കാണ് ലാൻഡ് അപ്പർട്ടനൻ്റ് ടു ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബിൽഡിംഗ് ആൻഡ് ലാൻഡ് അപ്പർട്ടനൻ്റ് ടു ബിൽഡിംഗ്, ഇതാണ് ഹൗസ് പ്രോപ്പർട്ടിയുടെ മീനിങ്.
ഈ ഹൗസ് പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുക്കുകയാണ് എങ്കിൽ നമ്മളതിനെ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി എന്നും, അതല്ല സെൽഫ് ഉടമസ്ഥൻ തന്നെ താമസിക്കുകയാണ് എങ്കിൽ അതിനെ നാം സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി എന്നും പറയുന്നു. ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഹൗസ് പ്രോപ്പർട്ടി ഒരു വ്യക്തിയുടേതാണ്, ആ വ്യക്തി തന്നെ അതിൽ കച്ചവടം ചെയ്യുകയാണ് എങ്കിൽ അതിന് ഹൗസ് പ്രോപ്പർട്ടിയിൽ ടാക്സ് കൊടുക്കേണ്ട, PGBP അഥവാ കച്ചവടത്തിന് ടാക്സ് കൊടുക്കുകയും വേണം. അഥവാ കച്ചവടത്തിൻ്റെ ഇൻകമാണ് കൺസിഡർ ചെയ്യുക, ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം ആ സമയത്ത് കൺസിഡർ ചെയ്യുകയില്ല. അതേപോലെ തന്നെ തൻ്റെ ബിസിനസ്സിന് വേണ്ടി ഒരു ഹൗസ് പ്രോപ്പർട്ടി എംപ്ലോയീസിന് താമസിക്കാൻ നൽകുകയാണ് എങ്കിൽ, റെൻറ്റ് വാങ്ങുന്നുണ്ടെങ്കിലും ശരി, അത് ആ എംപ്ലോയീസ് അവിടെ നിൽക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് എങ്കിൽ അതും ഹൗസ് പ്രോപ്പർട്ടി ഇൻകമായിട്ടല്ല, മറിച്ച് PGBP ബിസിനസ് ഇൻകമായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ തൻ്റെ ബിസിനസ്സിൻ്റെ പ്രൊമോഷന് വേണ്ടി ഒരു ഹൗസ് പ്രോപ്പർട്ടി ഗവൺമെൻറ് ഏജൻസിക്ക്, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ബാങ്ക് എന്നിവയ്ക്ക് നൽകുകയാണ് എങ്കിൽ അത്തരം ബിൽഡിങ്ങിൽ നിന്ന് ലഭിക്കുന്ന വാടകയും ഹൗസ് പ്രോപ്പർട്ടി ഇൻകമായിട്ടല്ല ട്രീറ്റ് ചെയ്യേണ്ടത്, മറിച്ച് PGBP ബിസിനസ് ഇൻകമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയാണ് എങ്കിൽ നാം അതിൻ്റെ മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ, ഫെയർ റെൻ്റൽ വാല്യൂ, സ്റ്റാൻഡേർഡ് റെൻറ്റ്, ആക്ച്വൽ റെൻറ്റ് എന്നിവ നോക്കിയിട്ടാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. സെൽഫ് ഒക്യുപ്പൈഡ് HP ആണ് എങ്കിൽ കഴിഞ്ഞ ലാസ്റ്റ് ഇയർ വരെ ഒരു HP-യുടെ ആനുവൽ വാല്യൂ നില്ലായിട്ട് കൺസിഡർ ചെയ്യണമെന്നായിരുന്നു നിയമം. എന്നാൽ പുതിയ അമെൻഡ്മെൻ്റ് അനുസരിച്ച് 2 ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ നിൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. അഥവാ ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് 2 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും അതിന് ടാക്സ് ലയബിലിറ്റി വരുന്നത് അല്ല. മൂന്നാമത്തെ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ടാക്സ് ലയബിലിറ്റി വരുള്ളൂ. അപ്പോൾ പുതിയ നിയമം അനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് ഒരാൾക്ക് 2 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട് എങ്കിൽ അത് രണ്ടും അദ്ദേഹം സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് ഉപയോഗിക്കുകയാണ് എങ്കിൽ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ടാക്സ് വരില്ല. നേരെ മറിച്ച് 2-ലധികം ഉണ്ട് എങ്കിൽ ഏതെങ്കിലും 2 എണ്ണം അദ്ദേഹത്തിന് ഓപ്റ്റ് ചെയ്യാം. മൂന്നാമത്തത് ഡീംഡ് ലെറ്റ് ഔട്ടായിട്ട് പരിഗണിക്കും, 3ഉം സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ നടത്താം. ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നാം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.